ഏറ്റവും പുതിയ മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഓപ്ഷൻ. ഇതിലേക്ക് മോക്കോ ബ്രാൻഡിൻ്റെ 360 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മൾ ക്രിസ്റ്റയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന സിസ്റ്റം. മോക്കോയുടെ 360 ആണ്, വിത്ത് സോണിയുടെ ലെൻസുള്ളതാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡിവൈസ്. ഇത്ര ഉള്ളൂ എൻ്റെ സംവിധാനം. പിന്നെ വരുന്നത് ഒരു 4 ക്യാമറ. ഇതാണ് മെയിൻ കണക്ടർ. ഇതിലൂടെ കുത്തും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇൻഫ്രാറെഡ്, റിമോട്ട്, ഫ്രണ്ട്, ബാക്ക്, ലെഫ്റ്റ്, റൈറ്റ്, ഇതാണ് ക്യാമറ. പിന്നെ പവറിൻ്റെ കണക്ഷൻ. ഇത്രേ ഉള്ളൂ. കൂടാതെ 4 ക്യാമറ. ഇത് റിവേഴ്സ് ക്യാമറ, ഇത് ഫ്രണ്ട് ക്യാമറ, ഇത് ലെഫ്റ്റ്, റൈറ്റ് മിററിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വയർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ്, റൈറ്റ്, നമുക്ക് റിവേഴ്സ്, ഫ്രണ്ട്. ഇത് നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം. ഇതാണ് അതിൻ്റെ റിമോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റാണ് നമ്മൾ ഈ വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതുകൂടാതെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഈ ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്ന 3 പ്ലാസ്റ്റിക്കിൻ്റെ പാനലുകൾ മാറ്റിയിട്ട് ടൊയോട്ടയുടെ തന്നെ ഒറിജിനലായിട്ടുള്ള വുഡൻ പാനൽ നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരിക്കലും ഒട്ടിക്കുന്ന ടൈപ്പ് പാനലുകളുള്ള ഒറിജിനൽ തന്നെ റീപ്ലേസ്മെൻറ്റ് പാർട്ടായിട്ടുള്ള വുഡൻ പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 4 ഡോറിലും പാനലുകൾ വരുന്നുണ്ട്, അത് മാറ്റണം. ഇപ്പോൾ ഈ സ്വിച്ച് വരുന്ന ആ പാനൽ നമ്മൾ മാറ്റും. ഇതേ പോണക്ക് തന്നെ ബാക്കിലത്തെ ഡോറിൽ പാനൽസ് ഉണ്ട്, അത് മാറ്റണം. ഈ നീളത്തിൽ വാല് മുണക്കിരിക്കുന്ന ആ ഒരു പീസ് അത് മാറ്റണം. പിന്നെ താഴെ ആ സ്വിച്ച് കൊടുത്തിരിക്കുന്ന ആ പീസ് അത് മാറ്റണം. ഇത് കൂടാതെ സെൻട്രൽ കൺസോളിൽ ഒരു പാനൽ വരുന്നുണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ ഡോറിലും പാനൽ വരുന്നുണ്ട്. ഇത്രയും പാനലാണ് നമുക്ക് ഇതിനകത്ത് റീപ്ലേസ് ചെയ്യാനുള്ളത്. ഇതിൽ ഈ ചുമന്നൊരു കണക്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനകത്ത് അത് ലൂപ്പ് ചെയ്തേക്കുന്നത്. ഈ 4 പേരാണ് ഇതിലേക്ക് വരുന്നുള്ളൂ. ഈ 4 പേരോട് ഇത് ലൂപ്പ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഒരെണ്ണം റിവേഴ്സിൻ്റെ ഇയറിലാണ്. ഇത്രയും വയറാണ് ഇത് വരുന്നുള്ളൂ, വേറെ വയറൊന്നും വരുന്നില്ല. നമ്മൾ മോക്കോയുടെ 360 ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ് ഇതിൽ. ഇതാണിപ്പം നിലവിലുള്ള വ്യൂ. ഇത് റിമോട്ട് വെച്ചാണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ഇൻബിൽറ്റ് 360 അല്ല, എക്സ്റ്റേണൽ 360 ആണ്. കമ്പനി ഓയിസ് സിസ്റ്റത്തിലേക്ക് നമ്മളിത് കയറ്റിയേക്കുന്നതിനാൽ ഇത് എക്സ്റ്റേണലാണ്. അപ്പോൾ ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമുക്ക് റിമോട്ട് വെച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് ഓണാക്കുക. ഇപ്പം നമുക്ക് കാണാം ഇതിൻ്റെ വ്യൂ അത്ര കറക്റ്റ് അല്ല. വ്യൂ മാറ്റി വെക്കുമ്പോൾ നമുക്ക് കാണാം. ക്ലാരിറ്റി ഉണ്ട് അത്യാവശ്യം. ഇതിൻ്റെ 3D കണ്ടോ? 3D വ്യൂ വരുമ്പോഴത്തേക്കും അതിലെ മേക്കോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കാലിബ്രേറ്റ് ചെയ്യാത്തൊരു പ്രശ്നമാണ്. ഇത് കാലിബ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിത് കാലിബ്രേറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഓരോ വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റും കാണാം. ഇത് കറക്റ്റ് അല്ല, റിയറൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത് 3D വ്യൂ ആണ് ഇതിനകത്ത് നമുക്ക് മാറ്റാനുള്ളത്. അപ്പോൾ നമുക്ക് കാലിബ്രേഷൻ ചെയ്യാനുള്ള ഷീറ്റൊക്കെ ഇട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിലും ബാക്കിലേക്കായിട്ട് കാലിബ്രേഷൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലുണ്ട്, ബാക്കിലുണ്ട്. ഇനി ഇത് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വ്യൂ ഒന്നും കറക്റ്റ് അല്ല. ഈ ആംഗിൾ വ്യൂ എല്ലാം കറക്റ്റായിട്ട് കാണിച്ചാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ഈ കോർണർ ഉണ്ടല്ലോ, ഈ സൈഡ്, ഈ കാണുന്ന ഈ കോർണറൊക്കെ ഇതൊക്കെ ഒരുമാതിരി രീതിയിലായിരിക്കുന്നത്, അതെല്ലാം മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡിൽ വീലൊന്നും കറക്റ്റ് അല്ല, അതൊന്ന് റെഡിയാക്കണം. ഓൾറെഡി നമ്മുടെ ഈ 360 വ്യൂവിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് വ്യൂ കാണിക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ കാണിക്കും. നോർമലി ഫ്രണ്ട് വ്യൂ. ദെൻ നമ്മൾ റിവേഴ്സിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗിയർ നടക്കുന്നത്, കാണിച്ചു തരാം. അതിപ്പോൾ റിവേഴ്സിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സിൻ്റെ വ്യൂ കാണിച്ചു തരും. ഇതാണ് റിവേഴ്സ് വ്യൂ. ഇപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ വ്യൂ എല്ലാം കറക്റ്റ് സെറ്റിംഗ് ആയി കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി. ഏകദേശം എല്ലാ വ്യൂവും പ്രോപ്പർ ഓക്കെയാണ്. ഇതാണ് മോക്കോ 360 ക്യാമറയുടെ കാലിബ്രേഷൻ വ്യൂ വരുന്നത്. നമുക്ക് ഇതിൻ്റെ റിമോട്ട് ഉണ്ട്. റിമോട്ട് വഴിയാണ് നമുക്കിത് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കിത് ഓൺ ആക്കാം അഡീഷണൽ ആയിട്ട്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററോ
അല്ലെങ്കിൽ റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. നമുക്ക് ഇതിൻ്റെ വ്യൂ നമുക്ക് റിയർ വ്യൂ, ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. ഇത് 3D മോഡ്. 3D മോഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. വീഡിയോ വഴി എൻ്റെ ആണ് കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിലുണ്ടോ പുല്ലൊക്കെ നിൽക്കുന്നത്, ഇത് കറക്റ്റ് അവിടെ വണ്ടി എൻ്റെ ആണ്. നെക്സ്റ്റ് നമുക്ക് റിവേഴ്സ് നോക്കാം. റിവേഴ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. റിവേഴ്സ് വ്യൂ ആണ് ഈ കാണുന്നത്. റിവേഴ്സ് 3D വ്യൂ ആട്ടോ. ഇവിടെ വണ്ടി ഇപ്പം എന്തായി ബസ്സിലടിച്ചിട്ടുണ്ട്. കാരണം ബാക്ക് വശം ഉണ്ട്. കറക്റ്റ് 3D വ്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. ഡ്രൈവിലേക്ക് ഇട്ടു. ആ കോർണറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നുണ്ട്. കാലിബ്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ വ്യൂ കാണിക്കും. ദെൻ റൈറ്റ്, ഇങ്ങനെയാണ് സംഭവം വരുന്നത്. കറക്റ്റ് വ്യൂ ആണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ലോറി കിടക്കുന്നു. ആ ലോറിയുടെ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നമുക്ക്. ഫ്രണ്ട് വ്യൂ ഒക്കെ ഇതാണ് 360 ക്യാമറ സിസ്റ്റം. ആ ലോറി അവിടെ നിന്ന് വരുന്നു. ആ ലോറിനെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് കയറേണ്ടത്. എഡ്ജ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പണി പാളി. ഇതിൻ്റെ കാലിബ്രേഷൻ കറക്റ്റായിട്ടില്ല. വീണ്ടും ഇത് കാലിബ്രേറ്റ് ചെയ്യണം. ഇത് നിങ്ങൾ ആ ലൈൻ ശ്രദ്ധിച്ചാൽ അറിയാം. ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മാറി നിൽക്കുന്നത്. അങ്ങനെ വരുമ്പം ഇതിൻ്റെ കാലിബ്രേഷൻ റെഡി ആയിട്ടില്ല. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ കാലിബ്രേറ്റ് ചെയ്ത് നോക്കാം. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. 4 പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. റിയർ വ്യൂ കറക്റ്റായിട്ട് 4 പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് വ്യൂ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് വ്യൂയും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കാലിബ്രേറ്റിലേക്ക് പോവാണ്. മാനുവൽ വെയിറ്റിംഗ് കാണിക്കാം. സക്സസ് ആയിട്ടുണ്ട്. നോക്കാം. ഇനി നമ്മൾ ആദ്യം 360 കാലിബ്രേറ്റ് ചെയ്തപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട്. വീണ്ടും ഞാൻ ഒന്നോടെ ചെയ്തു. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. 4 ഷീറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഷീറ്റ് ചെറുതായിട്ട് ചുളുങ്ങി കിടക്കുന്ന ഓൾറെഡി കാറ്റടിച്ചിട്ട് കേട്ടോ. അപ്പം കറക്റ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് വ്യൂ, ഇത് റിയർ വ്യൂ, ഇത് ലെഫ്റ്റ് റൈറ്റ് 3D എല്ലാം കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ലൈനൊക്കെ കറക്റ്റായിരിക്കും. ഓക്കെ. ഈ 360 ക്യാമറയുടെ സെറ്റിങ്സിനകത്ത് നമുക്ക് വാഹനങ്ങളുടെ മോഡൽ മാറ്റാൻ പറ്റും. ബോഡി ഡിസ്പ്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ ടൊയോട്ട ആവലോണാണ് കൊടുത്തേക്കുന്നത്. നമുക്കിപ്പോൾ മറ്റുള്ള ഏത് വണ്ടി വേണേലും ടൊയോട്ടയുടെ കുറേ വണ്ടികൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഒത്തിരി ലിസ്റ്റൊന്നുമില്ല, കുറച്ച് വണ്ടികളുടെ ലിസ്റ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് ആൽഫാഡ്, ലാൻഡ് ക്രൂസർ, പ്രാഡോ അങ്ങനത്തെ വണ്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെക്സസ്, നമുക്ക് ലാൻഡ് ക്രൂസർ ഇടാം. അതാകുമ്പോൾ ഇച്ചിരി വലിയ വണ്ടിയല്ലോ. ലാൻഡ് ക്രൂസർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആയി പോകും. റീസ്റ്റാർട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ഓണായി വരും തന്നെ. ഇതിപ്പോൾ ഇത് ഓണായി ഉണ്ടോ. ലാൻഡ് ക്രൂസർ വന്നു. നമുക്ക് ഈ ലാൻഡ് ക്രൂസറിൻ്റെ കളർ നോക്കാം. ഇത് നീലല്ലേ, നമ്മുടെ വണ്ടി നീലല്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ വൈറ്റ് ആക്കാം. സിസ്റ്റം സെറ്റിങ്ങിൽ പോയിട്ട് ഇതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ ഇതിൻ്റെ അകത്ത് കളർ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ എന്നുള്ള മാറ്റി നമുക്കിപ്പോൾ യൂസർ ഡിഫറൻറ്റ് തന്നെ പോലും വേണ്ട. ബ്ലൂ, റെഡ്, വൈറ്റ് ആക്കാം. സ്റ്റാർട്ട് ഡിലേ, നോ ഡിലേ, സ്റ്റാൻഡ് ബൈ മോഡ്. ഓക്കെ, ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. വ്യൂ സെറ്റിങ്സ് നമുക്ക് ചെക്ക് ചെയ്തേക്കാം. വ്യൂ സെറ്റിങ്സ് എല്ലാം 3D വ്യൂ ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. വേറെ ഒന്നും മാറ്റിയിട്ടില്ല. ഡിസ്പ്ലേ വ്യൂ മാറ്റാം. അതും മാറ്റേണ്ട ആവശ്യമില്ല. സിസ്റ്റം പ്ലസ് അപ്ഡേറ്റ്, ഇത്ര സംഭവമാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വ്യൂ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഈ മോക്കോഡായിട്ട് ഏത് 360 ഇൻസ്റ്റാൾ ചെയ്യാലും ഒരു പരിധി കൂടുതൽ ക്ലാരിറ്റി അതിനകത്ത് കാണിക്കില്ല. കാരണം ഈ സിസ്റ്റത്തിൻ്റെ റെസൊല്യൂഷൻ അത്രേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇത് നല്ല സിസ്റ്റമാണ്. നമ്മളിത് മാറ്റിയിട്ട് 360ലേക്ക് പോകുമ്പം അതിൻ്റെ ഒരു ആൻഡ്രോയിഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഓൾറെഡി വണ്ടിയുടെ റിയർ വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഗിയർ
ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് ആക്കുമ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ലോറിയൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈറ്റ് വണ്ടിയാണ്. നമ്മളിതിങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വ്യൂ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടാം. റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ആകുമ്പോൾ റൈറ്റ് സൈഡിൽ വ്യൂ ആണ്, കറക്റ്റ് വ്യൂ ആണ്. ലെഫ്റ്റ് ഇടുമ്പോൾ ലെഫ്റ്റിൻ്റെ വ്യൂവും കറക്റ്റ് വ്യൂ ആണ്. നമ്മൾ ആ എഡ്ജ് സൈഡിലേക്ക് വണ്ടിയും കയറുവാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേണം ആ ലെഫ്റ്റ് സൈഡ് ഈ വണ്ടിയുടെ നമ്മുടെ ഫ്രണ്ട് സൈഡ് കണ്ടോ, ആ കോർണർ തട്ടുമില്ലെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. പിന്നെ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ ഈ വണ്ടിയുടെ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. പ്രോപ്പർ ഫിറ്റിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ മിറർ മടക്കി വെച്ച് വേണേൽ വണ്ടി ഓടിക്കാം. അപ്പോഴും ഒരു പ്രശ്നം വരുന്നില്ല. ക്രിസ്റ്റയ്ക്ക് കറക്റ്റായിട്ട് പ്രോപ്പർ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടൊരു പ്ലേസ് ഇതാണ്. ഇതാകുമ്പോൾ ഫോൾഡിങ് വന്നാലും പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വിലയുള്ള മിറർ നമുക്ക് തുളച്ച് കഴിയേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് ഫ്രണ്ട് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഫ്രണ്ട് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് മോക്കോയുടെ ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. മോക്കോയുടെ യൂണിറ്റ് ആണ് ഇതിനകത്ത് ഫുൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 360. ഇതിൻ്റെ വ്യൂ കറക്റ്റ് ഇവിടെ കാണാം. ഇതും നമുക്ക് ഫോൾഡ് ചെയ്താൽ അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നില്ല. നമുക്ക് പഴയ ഇന്നോവ ആണെങ്കിൽ നമുക്ക് ഈ മിറർ തുളയ്ക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് കമ്പനി ഇങ്ങനെയാണ് വിടുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഫിറ്റ് ചെയ്യാം നമുക്ക്. റിയർ ക്യാമറ OEM ഫിറ്റ്മെൻ്റ് ആണ്. അവിടെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഈ വണ്ടിയിൽ അല്ലാതെ കുറച്ച് വർക്കുകളോട് ചേർന്നത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് ചെയ്തിരിക്കുന്നത് നമ്മളിതിൻ്റെ വുഡൻ പാനൽ ചെയ്തിട്ടുണ്ട്. കമ്പനി വിട്ടേക്കുന്ന അതേ രീതിയിൽ തന്നെ ഒറിജിനൽ വുഡൻ പാനലാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. OEM വുഡൻ പാനൽ തന്നെയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ സെൻട്രൽ കൺസോളിലും ഇവിടെ ഒരു വുഡൻ പാനലിൻ്റെ ഒരു പീസ് വരുന്നുണ്ട്. ബാക്കിൽ ആ സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രീമിയം ഫീൽ നമുക്ക് അതുകൊണ്ട് വണ്ടിക്കകത്ത് കിട്ടുന്നുണ്ട്. ഈ വുഡൻ പാനൽ മാത്രം മാറുമ്പോൾ തന്നെ അത്യാവശ്യം വണ്ടി ഒന്ന് ലെവലാവും. പിന്നെ ഈ ഒരു സൈഡ് ക്രോം നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ഒട്ടിച്ചേക്കുന്നതാണിത്. ഇത് കാണാം നിങ്ങൾക്ക്. ആ ഒരു ക്രോം വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് ലെവൽ മാറി. ഇപ്പോൾ ഏത് കളറാണേലും ആ ഒരു വിൻഡോ ഗാർണിഷ് കൊടുത്തത് ഞാൻ നല്ല ഭംഗിയായിരിക്കും. ഫുഡ് സ്റ്റെപ്പ് ഇത് കമ്പനിയിൽ നിന്ന് എടുത്താണ്. കാരണം കമ്പനിയുടെ ഫുഡ് സ്റ്റെപ്പാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ അത് ചെയ്യിച്ചേക്കുന്നത്. ഈ കവർ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ റെയിൻ ഗാർഡ് അങ്ങനെ ഇതില്ല. പുറത്ത് വലിയ കാര്യമായിട്ടുള്ള വർക്ക് ചെയ്തിട്ടില്ല. അകത്തെ വർക്ക് കൊടുത്തേക്കുന്നത് നമുക്ക് ഇത് കാണാം. ഇതാണ് മെയിനായിട്ട് ഈ വുഡൻ പാലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ സ്റ്റിയറിംഗ് കൂടെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാവും. കാരണം വണ്ടി ഒരു ഓടിക്കാൻ നല്ലൊരു ഫീൽ കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഇവിടെ ഒരു സിൽവർ ലൈൻ വരുന്നുണ്ട്. അത് ചെയ്തിട്ടില്ല, അത് ചെയ്യണം. ഇത്രയും വർക്കുകളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ 360 ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ വണ്ടി ഇന്ന് കൊണ്ടു കൊടുത്തിട്ടാം. അത് പുള്ളിക്കാർ ഈ കലൂരിലുള്ള ഒരാളുടെ വണ്ടിയാണ് നമ്മുടെ. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മ്യൂസിക് കൺട്രോൾ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കൺട്രോൾ വരുന്നില്ല. പിന്നെ ക്രൂസ് കൺട്രോൾ ഓൾറെഡി വണ്ടിക്കുണ്ട്. പിന്നെ ഈ മീറ്റർ നമുക്ക് വേണമെങ്കിൽ മാറി വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ സ്വിച്ച് കൂടെ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഈ സെറ്റിന് നമുക്ക് എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇപ്പം നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇത് ഈ വണ്ടി ഇവിടെ നിൽക്കുവാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കയറാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുവാണ്. എനിക്കിത് കാണാം ക്ലീനായിട്ട്. നമുക്ക് ഇതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് ചെറിയ കുഴിയും ഇതൊക്കെയുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. വണ്ടി നമ്മൾ ഓടിച്ച് നമ്മൾ കയറ്റി വേണം. അവിടെ വണ്ടിയൊക്കെ പറന്നാണ് വരുന്നത്. ഇപ്പോൾ കണ്ടോ ഫ്രണ്ട് വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം ആ നീലയിട്ട് ഓടിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ അലൈൻമെൻറ്റിൽ ചെറിയ പ്രശ്നം വന്നു. അപ്പോൾ അത് മാറ്റി ഇപ്പം നമുക്ക് ആ വ്യൂ വരയൊക്കെ പോകുന്നതാണ്. കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം ഈ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്ക് എടുത്ത് പോയി നോക്കാം. കറക്റ്റ് ആ ലൈൻ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഈ രണ്ട് ലൈൻ നേരെയാണ്. അപ്പോൾ ഓക്കെയാണ് സംഭവം. ഈ കോർണർ വ്യൂ ശരിക്കും വെർച്വലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കറക്റ്റ് വരയിട്ടിട്ട് ഒരു സ്കെയിൽ വെച്ച് അളന്നു കഴിഞ്ഞാൽ ആ രീതിയിലൊന്നും കിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ വ്യൂവിലാണ് വണ്ടി നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ വ്യൂ കണ്ടാൽ മനസ്സിലാവും. ബാക്കിലൊരു ക്രെറ്റ റിബൺ ഉണ്ടായി ആണ്. ആ സൈഡിലൊരു ടിപ്പർ ഇപ്പുണ്ട് കണ്ടോ. അതുവരെ എടുത്ത് കാണിക്കുന്നുണ്ട്. ക്രിസ്റ്റ 2.4 ഏറ്റവും പുതിയ വണ്ടി. ഇതിൻ്റെ നമുക്ക് അതിൻ്റെ കാണാൻ കോർണറൊക്കെ കാണേണ്ടത് വ്യൂ കറക്റ്റായിട്ട്
അവിടെ ചെടിച്ചട്ടിക്ക് ഇരിപ്പുണ്ടെന്ന് കുഴപ്പമില്ല, കറക്റ്റായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് ആക്കുവാണ്, ഫ്രണ്ട് വ്യൂ ആയി. ഓക്കെ, ഇത് ലെഫ്റ്റ് വ്യൂ. അവിടെ ഒരു ഡിസൈർ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇത് റൈറ്റ് വ്യൂ, സെൻറ്റർ വ്യൂ ആണ്. ഫ്രണ്ട്, റിവേഴ്സ് എല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വണ്ടി ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വ്യൂ ഒന്ന്, ഇത് ലാൻഡ് ക്രൂസറാണ് നമ്മൾ ഇപ്പോൾ ഇട്ടേക്കുന്ന വണ്ടി. ഒരു സറൗണ്ടിങ് വ്യൂ ഇങ്ങനെ കാണിക്കും ആദ്യം ഫുള്ളായിട്ട്. ഇതിപ്പോൾ കറക്റ്റ് നമ്മളൊരു പില്ലറിൻ്റെ ഇടയ്ക്കാണ് ഈ വണ്ടി കയറ്റിയിടാൻ പോകുന്നത്. കറക്റ്റായിട്ട് നോക്കാം. ബാക്കിൽ ആ സൈഡിലൊരു BM കിടപ്പുണ്ട്, അതിനോട് ചേർന്ന് വണ്ടി കയറി പോകുന്നു. അവിടെ പില്ലറുണ്ട്. പില്ലറിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിൽ ആ പില്ലർ കറക്റ്റായിട്ട് നമുക്കവിടെ കാണാം. ഈ സൈഡിലെ പില്ലർ കറക്റ്റായിട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കാലിബ്രേഷൻ കറക്റ്റിലായിരുന്നു, ഇത് കിട്ടില്ലായിരുന്നു, നേരത്തെ ഇത് കിട്ടുന്നില്ലായിരുന്നു. ഇതിപ്പോൾ 3D വ്യൂവിൽ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിൽ സൈക്കിൾ ഇരിപ്പുണ്ട്. ലെഫ്റ്റ് സൈഡ്, ബാക്കിൽ ലെഫ്റ്റ് സൈഡിലത്തെ പില്ലർ, ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലത്തെ പില്ലർ. ഇതാണ് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് പില്ലർ. ബാക്കിൽ ഒരു പില്ലറുണ്ട്, മിററിൽ നോക്കിയാൽ കാണാം. ഇതാണ്, ഇത് രണ്ടും കറക്റ്റ് ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിൽ ലെഫ്റ്റും ഫ്രണ്ടിൽ ലെഫ്റ്റും പില്ലർ, ബാക്കിൽ സൈക്കിൾ ഇരിപ്പുണ്ട്. അപ്പോൾ കറക്റ്റ് ആ പൊസിഷൻ കറക്റ്റായിട്ട് പാർക്കിംഗ് ആയിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ. ഇതേപോലെ നിങ്ങളുടെ വാഹനവും അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓർഡർ അനുസരിച്ചുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ മുൻകൂറായിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക. തുടർന്നും ഇതേപോലെയുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.